ഹായ്, ഞാനിന്ന് ഞങ്ങളുടെ വീട്ടിലെ പുതിയ കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 5 പേരുണ്ട് കേട്ടോ. പാവങ്ങളായ 5 പേരാണ്. ഒരച്ഛൻ, ഒരമ്മ, 3 കുട്ടികൾ, കുഞ്ഞു മക്കൾ, ഒരച്ഛൻ, ഒരു സുന്ദരനായ അച്ഛനും സുന്ദരിയായ അമ്മയും 3 കുഞ്ഞുങ്ങളും കേട്ടോ. അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും കാണണം. 5 പേരുണ്ട്. നല്ല പാവങ്ങളായ 5 ആളാണ്. ഇതിൽ 5 പേരും ഇവിടെയുണ്ട്. 5 പേരെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. പക്ഷെ 5 പേര് ഒരുമിച്ച് കിട്ടണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അവർക്ക് ഇത്തിരി ഫുഡ് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർ 5 പേരും ഒരുമിച്ച് വരികയുള്ളൂ. 5 പേരും ഇപ്പോൾ ഒരുമിച്ച് വരാം. ഞാൻ ഇവിടുന്ന് ഒത്തിരി ഫുഡ് എടുത്താണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി. ഫുഡ് എടുത്താണ്. ഒരാൾ കൂടി ഉണ്ട്. ഇവിടെ പോയോ എന്തോ. ഇതാ 4 പേര് ഇവിടെ ഉണ്ട്. ഒരാളും കൂടി ഉണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട്. വന്നു 5 പേരും. 5 പേരും ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോവാണ്. നോക്കിക്കോളാം. റെഡി, 1 2. അവിടെ അങ്ങ് ഇരുന്നോളും, എവിടെയും പോവാണ്ട് നല്ല കുട്ടിയായിട്ടിരിക്കും. അവനാണ് ഈ അച്ഛനാണ്. അവനൊരു കറങ്ങാൻ പോക്കുന്നു. ഇവർ 3 പേരും ഫുഡ് കഴിച്ച് വരുന്നുണ്ട്. കറക്കൊക്കെ കഴിഞ്ഞ് മൂപ്പര് വരുന്നുണ്ട്. ചമ്പ ഇങ്ങോട്ട് വാ, ചമ്പ ഇതാ ഇങ്ങോട്ട് വാ, ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ വരുന്നുണ്ട. വിളിച്ചാൽ ഓടി വന്നോളൂ. എവിടെയും പോവില്ല. വിളിച്ചാൽ ഓടി ഇങ്ങോട്ട് പോരും. എവിടെയും പോവില്ല. ഇവർ എൻ്റെ പരിധി വിട്ട് ഇങ്ങോട്ടും പോവില്ല. ഉടനെ വരും. ഇവർക്ക് വിളിക്കാനുള്ള ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ആ ശബ്ദം ഉണ്ടാക്കിയ 3 പേരും എവിടെയാണെങ്കിലും ഓടി വരും. അങ്ങോട്ട് ബാക്കിലെല്ലാം പോകും ചില സമയത്ത്. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് പോവാറില്ല. ഫുഡ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം കളിച്ച് എൻ്റെ ജമന്തി നോക്കുക കേട്ടോ. ജമന്തി മലി ഇവർക്ക് എപ്പോൾ ഉള്ളത് ഈ ജമന്തി പൂവിൻ്റെ അടുത്ത് പോയിട്ട് എന്താണെന്നറിയില്ല, വേറെ ഏതെങ്കിലും പൂച്ചകളോ മറ്റോ വന്ന് മണം പിടിക്കാനോ എന്താണെന്നറിയില്ല. ഇവൻ എപ്പോഴും ഇതാ ഈ ജമന്തിൻ്റെ അടുത്ത് കേട്ടോ. ഇവന് ഒരുപാട് പൂക്കൾ മുട്ടുണ്ടായിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും എനക്കൊന്നുമില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ അടുക്ക് ഇങ്ങനെ വന്നിവർ എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും. അത് ഒരാൾ ഓടി പോവുകയാണ്. ഓടി പോവുകയാണ്. ഇങ്ങോട്ട് വാ ഇതാ ഇങ്ങോട്ട് വാ. ഇതൊരു കളിക്കുടിക്കുക കേട്ടോ. എപ്പോഴും കളിച്ചോണ്ടാ. പഞ്ഞിക്കെട്ട് പോലുണ്ട്. പഞ്ഞിക്കെട്ടനായത്. ഓടി കളിച്ചോണ്ടിരിക്കും. ഇപ്പോൾ ഫുഡ് കഴിച്ച് വരളം നിറഞ്ഞിരിക്കുക. ഇതാ ഒരു 2 പേര് ഇതാ. ഞാൻ കുറേ ദിവസം ഇവരെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്ന സമയം കിട്ടാഞ്ഞിട്ടാണ് എടുക്കാഞ്ഞത്. ഇതാ ഇങ്ങനെ നമ്മളെ വീട്ടിലൊരു 5-6 പേരുള്ളത്. 3-4-5 പേരുണ്ടായിട്ട് നമ്മൾ അവരുടെ വീഡിയോ ഒന്ന് എടുക്കണ്ടേ. ഇതെല്ലാം ഇത്. ഒരാളിത് ചുമരുമ്മൽ എന്തോ ഉണ്ടോ എന്ന് നോക്കുക. പരതി നോക്കുക. എന്തെങ്കിലും ചെറിയ ജീവികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവനത് നോക്കുന്നത്. ശ്രുതി ഇതാ ചെമ്പൻ വരുന്നു. ചെമ്പൻ പോയി. ഇങ്ങോട്ട് നോക്കി. ഇതാ നീ എന്താ ചുമരൊക്കെ നോക്കുന്നത്? ഇങ്ങോട്ട് വേടാ. നീ എന്താ ചുമര് നോക്കുന്നത്? ചുമരും മേലെന്താ കഴിക്കാനുണ്ടോ എനിക്ക്? നല്ല കുട്ടി. ഇങ്ങോട്ട് നോക്ക്. ചെമ്പ ഇങ്ങോട്ട് വന്നാ ഒന്ന് പോര്. ഇങ്ങോട്ട് ഓടി വാ. കൊണ്ടാ ഇങ്ങോട്ട് വന്നോളേ. ഓടി. ഈ ശബ്ദം ഉണ്ടാക്കി എല്ലാവരും കൂടി ഓടി ഇങ്ങോട്ട് വരും. ഇവളെ ഞാൻ വിളിക്കുക വാലാട്ടിന്ന്. കാരണം ഇവൾക്ക് വാല് കുറവ്. വാലിന്മേൽ ഒരു പ്രത്യേക ഒരു മയിൽപ്പീലി പോലത്തെ വാലാണ് ഇവളെ. ഉണ്ടോ? വാല് കണ്ടോ? പ്രത്യേക വാല്. ഇതാ ഒരു മയിൽപ്പീലി മാതിരിയുള്ള വാല്. ഒരു ഭംഗിയാണ് കാണാൻ.
കാണാൻ നല്ല ഭംഗിയാണ്. അത് കൊഴിഞ്ഞതാണോ അല്ലേ? ഇത് അവൾ ജനിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അവളുടെ വാല്. മറ്റേയുള്ള വാലെല്ലാം നല്ല തൂവലുമ നല്ല സൂപ്പർ വാലാണ്. പക്ഷെ ഇവളുടെ വാല് ഇങ്ങനെ. ഇവൾ ആണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് നോക്കിയാൽ അറിയില്ല. പൂ നോക്ക് വാലും വെച്ചോണ്ട്. ചെമ്പാ 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 ഇങ്ങോട്ട് നോക്കി ഇതാ ഇതാ ഓടിയോ ഓടിയോ എന്താ ഓടിയോ എവിടെ അങ്ങോട്ട് നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹായ്. ഇനി അവരുടെ കുസൃതികളും വികൃതികളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ കുഞ്ഞു മക്കളെയും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. താങ്ക് യു.